Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസുകളും അതിൻ്റെ സമ്മും പ്രോഡക്റ്റും കാണുന്ന എക്സാമ്പിൾസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ എന്താണ്, എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ആ പ്രോപ്പർട്ടീസ് എല്ലാം നോക്കാം. ഞാൻ ആദ്യം 2-3 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കാം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കട്ടെ. Complex number can be defined as ordered pair x, y of real numbers that are to interpreted as points in the complex plane with rectangular coordinates x and y. When real numbers x are displayed as points x, 0 on the real axis, the set of complex numbers included the real numbers as a subset. Okay, അതായത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇസഡ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ കോംപ്ലക്സ് നമ്പർ ഇസഡിനെ നമ്മൾ ഓർഡേർഡ് പെയർ എക്സ്, വൈ എന്ന് പറയുന്നത്. ഓർഡേർഡ് പെയർ എന്ന് വെച്ചാൽ ഒരു ബ്രാക്കറ്റിൽ 2 ടേംസുകൾ മാത്രം വരുന്നതാണ്. അതിനെ നമ്മൾ കോമ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഓർഡേർഡ് പെയർ. അപ്പം ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഇസഡ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇസഡ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ്, വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി അവിടെ എക്സ് എന്നും വൈ എന്നും പറയുന്ന എന്ത് നമ്പേഴ്സ് ആയിരിക്കും? എക്സും വൈയും റിയൽ നമ്പേഴ്സാണ്. എക്സും വൈയും എന്ത് നമ്പേഴ്സാണ്? റിയൽ നമ്പേഴ്സ്. എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പർ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻസ് എല്ലാം റിയൽ നമ്പേഴ്സ് വരും. പിന്നെ ഹോൾ നമ്പേഴ്സ് 0, 1, 2, 3 എക്സെട്ര ഈ കളക്ഷനിൽ എഴുതുന്ന നമ്പറുകൾ റിയൽ നമ്പേഴ്സാണ്. പിന്നെ ഇൻഡിജേഴ്സ് ഈ ഇസഡും ഈ ഇസഡും രണ്ടാണ്. ഇത് ക്യാപിറ്റൽ ഇസഡ് ആണ്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ എക്സെട്ര -3, -2, -1, 0, 1, 2, 3 എക്സെട്ര ഇതാണ് ഇൻഡിജേഴ്സ്. ഈ കളക്ഷനിൽ വരുന്നത് റിയൽ നമ്പേഴ്സാണ്. പിന്നെ റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ P/Q ഫോമിൽ എഴുതുന്ന നമ്പറാണ് റാഷണൽ നമ്പേഴ്സ്. ഇത് റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. അപ്പം ഇങ്ങനെയുള്ള റിയൽ നമ്പേഴ്സിൻ്റെ ഫോമിലായിരിക്കും ഈ എക്സും വൈയും വരുന്നത്. അതിനെ നമ്മൾ ഈ രീതിയിൽ ഓർഡേർഡ് പെയറായിട്ട് എഴുതുമ്പോൾ അതിനെ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ ഇസഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ആ കോംപ്ലക്സ് നമ്പർ ഇസഡിനകത്ത് എക്സ് എന്താണ്, വൈ എന്താണ് നമുക്ക് നോക്കാം. എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് വിളിക്കുന്നു. എക്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്നാണ് എക്സിനെ നമ്മൾ വിളിക്കുന്ന പേര്. അതേപോലെ വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്നാണ് വിളിക്കുന്നത്. വൈയെ വിളിക്കുന്ന പേരെന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് വിളിക്കുന്നു. അപ്പം ആദ്യം കിടക്കുന്ന എക്സ് റിയൽ പാർട്ടും രണ്ടാമത് കിടക്കുന്ന വൈയും ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ആയിരിക്കും. ഇടയ്ക്കൊരു ലെറ്റർ കോമ ഉണ്ട്. അപ്പം റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടുമാണ് എക്സും വൈയും. ഇസഡിനെ നമ്മൾ ഓർഡേർഡ് പെയർ എക്സ്, വൈ എന്ന് എഴുതുമ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് എ പ്ലസ് ഐ വൈ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിനെയാണ് നമ്മുടെ ഓർഡേർഡ് പെയർ എക്സ്, വൈ എന്ന് എഴുതുന്നത്. അവിടെ എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ടും വൈ എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടുമാണ്. ഐയുടെ കൂടെ വരുന്ന ടേമാണ് ഇമാജിനറി പാർട്ട്, ഐ ഇല്ലാത്ത ടേമാണ് റിയൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ അടുത്ത പറഞ്ഞ കാര്യം ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് പറഞ്ഞു, ഈ ഓർഡേർഡ് പെയർ എക്സ് ഇസഡിനകത്ത് വരുന്ന എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആയിരിക്കും? റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലായോ? കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് വരുന്ന എലമെൻസുകൾ, അതായത് എക്സും വൈയും പോലെ വരുന്ന എലമെൻസുകളെല്ലാം റിയൽ നമ്പേഴ്സുകളായതുകൊണ്ട് ഈ ഇസഡിനെ നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതിനകത്ത് വരുന്ന എലമെൻസുകളെല്ലാം അല്ലെങ്കിൽ നമ്പേഴ്സുകളെല്ലാം റിയൽ നമ്പേഴ്സുകളായതുകൊണ്ട് അത് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളിതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇവിടെ എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ റിയൽ ആക്സിസിലും വൈ എന്ന് പറയുന്നതിനെ നമ്മൾ ഇമാജിനറി ആക്സിസിലുമായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണ് റിയൽ ആക്സിസ്, എന്താണ് ഇമാജിനറി ആക്സിസ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ +2 ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? +2 അല്ല, സ്കൂളിൽ. അപ്പോൾ ആ ഗ്രാഫ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അതിൽ ഈ കോർഡിനേറ്റ് ആക്സിസിനെ എക്സ് എന്നും ഈ കോർഡിനേറ്റ് ആക്സിസിനെ നമ്മൾ വൈ എന്നുമാണ് വിളിക്കുന്നത്. അപ്പം ഇവിടുത്തെ കോർഡിനേറ്റ് ആക്സിസ് എക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിയൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഈ കോർഡിനേറ്റ് ആക്സിസ് എക്സിനെയാണ് നമ്മൾ റിയൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഈ നേരെ എഴുതിയ വൈ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമാജിനറി ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സിനെ നമ്മൾ റിയൽ ആക്സിസ് എന്ന് വിളിക്കും, വൈയെ നമ്മൾ ഇമാജിനറി ആക്സിസ് എന്ന് വിളിക്കും.
എക്സിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ റിയൽ ആക്സിസിലാണ് എക്സിൻ്റെ വാല്യൂ മാർക്ക് ചെയ്യേണ്ടത്. വൈയുടെ വാല്യൂസ് എല്ലാം നമ്മൾ ഈ ഇമാജിനറി ആക്സിസിലുമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എക്സ് റിയൽ ആക്സിസും വൈ ഇമാജിനറി ആക്സിസും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം x,0 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് ഈ ആക്സിസിൽ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഈ റിയൽ ആക്സിസിൽ മാർക്ക് ചെയ്യും. ഇവിടെയാണ് നമ്മൾ ഈ എക്സിനെ മാർക്ക് ചെയ്യുന്നത്. 0 എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ രണ്ടും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റാണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ വൈ ആക്സിസിലെ 0 ഇവിടെ തന്നെ വരും. അപ്പോൾ എക്സും 0യും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും x,0ക്ക് വരും നമുക്ക് 2,0 ആണ് മാർക്ക് ചെയ്യേണ്ടതോ. 2,0 ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇത് 1 ആണ്. ഏകദേശം ഇവിടെയായിട്ട് വരും എക്സ് ആക്സിസിലെ 2. അപ്പോൾ ഇതാണ് 2 വരുന്നത്. വൈ ആക്സിസിലെ 0 ഇതായതുകൊണ്ട് ഇതാണ് 2,0 എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി 2,0ക്ക് വരും -1,0 ആണ് മാർക്ക് ചെയ്യേണ്ടത്. -1,0 ആണ്. ഇവിടുന്ന് ഈ 0ന് റൈറ്റിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സും ലെഫ്റ്റിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സുമാണ്. അതുപോലെ 0ക്ക് മുകളിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സും 0ക്ക് താഴോട്ട് നെഗറ്റീവ് നമ്പേഴ്സും. അപ്പം -1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത്. അപ്പം -1 0 ഇവിടെ തന്നെ കിടക്കും. അപ്പം ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ പോയിന്റാണ് -1 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റിലോട്ടും നെഗറ്റീവ് ആണ് ലെഫ്റ്റിലോട്ടും 0ന്. ഓക്കെ, 4,0 ആണ് മാർക്ക് ചെയ്യണമെങ്കിൽ 4,0 ആണ് മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ലൈൻ നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഏകദേശം ഇവിടെയായിട്ട് വരും 4 എന്ന് പറയുന്ന പോയിന്റ്. 0 ഇവിടെ തന്നെ ആകുന്നത് കൊണ്ട് 4,0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. ഓക്കെ, ഇനി 4,0ക്ക് പകരം -4,0 ആണ് മാർക്ക് ചെയ്യേണ്ടതോ. ഈ വരയെ നമ്മൾ ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇവിടെയായിട്ട് വരും ഏകദേശം -4,0. അപ്പം ഇതായിരിക്കും -4,0 ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സുകൾ റിയൽ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം എക്സ് റിയൽ പാർട്ടാണ്, വൈ ഇമാജിനറി പാർട്ടാണ്. ഇസഡിനെ നമ്മൾ x,y എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. x+iy എന്നും എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പേജ് നോക്കിയട്ടെ. കോംപ്ലക്സ് നമ്പേഴ്സ് ഓഫ് ദ ഫോം 0,y. ഇപ്പം നമ്മൾ x,0 എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി കോംപ്ലക്സ് നമ്പേഴ്സ് ഓഫ് ദ ഫോം 0,y കറസ്പോണ്ട് ടു പോയിന്റ്സ് ഓൺ ദ y ആക്സിസ് ആർ കോൾഡ് പ്യുവർ ഇമാജിനറി നമ്പേഴ്സ് ആൻഡ് y നോട്ട് ഈക്വൽ ടു 0. 0,y എന്ന് പറയുന്ന പോയിന്റുകളെ നമ്മൾ ഏത് ആക്സിസിലാണ് മാർക്ക് ചെയ്യുന്നത്? y ആക്സിസിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്. അതിനകത്തെ പോയിന്റ്സുകളെയാണ് നമ്മൾ പ്യുവർ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്, വൈ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. അപ്പം എക്സിലെ നമ്പേഴ്സുകൾ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ വൈയിലെ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് പ്യുവർ ഇമാജിനറി നമ്പേഴ്സ്. അപ്പം 0,y എങ്ങനെ മാർക്ക് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ റിയൽ ആക്സിസ് എക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഇമാജിനറി ആക്സിസ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ 0,y എന്ന് പറയുമ്പോൾ 0 ഇവിടെ വരും. വൈ എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇവിടെ ഈ ഇമാജിനറി ആക്സിസിൽ വരുന്ന ഏത് പോയിന്റും വൈ ആയിരിക്കും. അപ്പോൾ 0,y എന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും. ഇങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ 0,3 ആണ് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ 0 ഇവിടെ വരും. ഏകദേശം നമുക്ക് 3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിട്ട് എടുക്കാം. ഇതാണ് 3 എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസ്. അപ്പോൾ ഈ പോയിന്റ് ആണ് ഏത് വരുന്നത്? 0,3 എന്ന് പറയുന്നത്. 0,4 ആണെങ്കിലോ 0,4 ആണ്. 0 ഇവിടെ കിടക്കും. ഈ 4ന് മേലായിട്ട് ഏകദേശം ഈ പോയിന്റ് നമ്മൾ 4 എന്ന് എടുത്താൽ ഇതായിരിക്കും 0,4 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇനിയും 0,-2 ആണെങ്കിലോ 0ക്ക് മുകളിലോട്ടാണ് പോസിറ്റീവ് നമ്പേഴ്സ്, താഴോട്ട് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ ഇതായിരിക്കും 0,-2 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, 0,-1 ആണെങ്കിലോ 0,-1 ആണ്. ഇവിടെ വരും. ഇതല്ലേ, ഇതാണ് 0 എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ വരും -1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ റിയൽ ആക്സിസിലും ഇമാജിനറി ആക്സിസിലും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത മനസ്സിലായാലും എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? വൈ ആക്സിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമാജിനറി നമ്പർ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യമാണ് ഈ കൊണ്ടുവെക്കുന്നത്. ടു ഡു നോട്ട് എ കോംപ്ലക്സ് നമ്പർ x,y by z ഈക്വൽ ടു ഓർഡേഡ് ബൈ x,y എന്ന് എഴുതുന്നു. അതിനെ x+iy എന്ന് എഴുതാൻ സാധിക്കും. റിയൽ എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എക്സിനെ നമ്മൾ റിയൽ പാർട്ട് എന്നും വൈയെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ z ഈക്വൽ ടു x+iy എന്ന് എഴുതിയതിനകത്ത് ഒരു ഐ കണ്ടില്ലേ? ഐ എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഇമാജിനറി നമ്പറാണ് ഐ. ഐക്ക് ഒരു വാല്യൂ ഉണ്ട്. ഐയുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിക്കണം. ഐയുടെ വാല്യൂ എന്ന് വെച്ചാൽ √−1 എന്നോ അല്ലെങ്കിൽ i² നമുക്ക് -1 എന്നോ റെപ്രസെന്റ് ചെയ്യാം. ഐ എന്താണ്? ഐ √−1 ആണ്. ഇതിന്റെ രണ്ട് സൈഡും സ്ക്വയർ നമുക്ക് i² കിട്ടും. i² വാല്യൂ എത്ര? -1.
ഐ സ്ക്വയർഡിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ ഐ ക്യൂബിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായിരിക്കും? ഐ ക്യൂബിനെ നമുക്ക് ഐ സ്ക്വയർഡ് ഇൻറ്റു ഐ എന്ന് എഴുതാം. ഐ സ്ക്വയർഡിൻ്റെ വാല്യൂ -1 ആയതുകൊണ്ട് -1 ഇൻറ്റു ഐ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? -i വരും ഐ ക്യൂബിൻ്റെ വാല്യൂ. i⁴ ആണെങ്കിലോ i⁴ നമുക്ക് ഐ സ്ക്വയർഡിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഐ സ്ക്വയർഡിൻ്റെ സ്ക്വയർ എത്ര? ഐ സ്ക്വയർഡിൻ്റെ വാല്യൂ -1 ആണല്ലോ. അപ്പോൾ -1ൻ്റെ സ്ക്വയർ വരും. -1ൻ്റെ സ്ക്വയർ എത്ര? 1 വരും i⁴. ഇനി അതേപോലെ നമുക്ക് ബാക്കി ഓരോന്നും കാണാം. i⁵ i⁵ നമുക്ക് വേണമെങ്കിൽ i⁴ ഇൻറ്റു ഐ എന്ന് എഴുതാം. i⁴ 1 ആണ്. 1 ഇൻറ്റു ഐ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ വരും. ഓക്കെ, ഈ രീതിയിൽ ഇമാജിനറി നമ്പർ ഐയുടെ ഏത് പവർ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെയാണ് കോർഡിനേറ്റ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത കോർഡിനേറ്റ് ആക്സിസിനെ കൂടുതലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പം എക്സ് റിയൽ പാർട്ടാണ്, വൈ ഇമാജിനറി പാർട്ടാന്ന് പറഞ്ഞു. ഇനി രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആകുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അതായത് z = 1, 2, അതേപോലെ z = 1, 2, z = -1, 3, z = -3, -1, z = 0, -2, z = 1.2, -1.3. ഈ നമ്പേഴ്സുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഈ റിയൽ ആക്സിസിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുന്നു, അതാണ് റിയൽ ആക്സിസ്. അതേപോലെ നമ്മൾ വൈ ആക്സിസ് വരയ്ക്കുന്നു, അതാണ് ഇമാജിനറി ആക്സിസ്. അവിടെ നമ്മൾ പോയിന്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് നോക്കിയിട്ട്, ഈ പോയിന്റ് 0 ആണ്. റൈറ്റിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് 1, 2, 3, 4 എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പേഴ്സ് മാർക്ക് ചെയ്യണം. ലെഫ്റ്റിലോട്ട് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3 ഈ പോയിന്റ് നമ്മൾ ലെഫ്റ്റിലോട്ട് മാർക്ക് ചെയ്യുന്നു. അതേപോലെ വൈ ആക്സിസിൻ്റെ മുകളിലോട്ട് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3 മാർക്ക് ചെയ്യുന്നു. താഴോട്ട് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന നിൽക്കുന്ന നമ്പർ ഏതാണ്? z = 1, 2 അല്ലേ. അപ്പം എക്സ് ആക്സിസിലെ 1ഉം വൈ ആക്സിസിലെ 2ഉം കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്? 1, 2 എന്ന് എടുക്കുന്നത്. മനസ്സിലായോ? എക്സ് ആക്സിസിലെ 1ഉം വൈ ആക്സിസിലെ 2ഉം കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്. മനസ്സിലായി? ഇവിടെ എക്സ് ആക്സിസിലെ 1, അതിൻ്റെ നേരെ വൈ ആക്സിസിലെ 2, ഈ പോയിന്റാണ് 1, 2 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഏതാ റെപ്രസെൻറ്റ് ചെയ്യാൻ നിൽക്കുന്നത്? -1, 3. അപ്പോൾ എവിടെ എടുക്കണം? എക്സ് ആക്സിസിലെ -1 ദാ ഇവിടെ വരും. കണ്ടോ? എക്സ് ആക്സിസിലെ -1 ഇവിടെയാണ്. വൈ ആക്സിസിലെ 3 ദാ ഇവിടെയാണ്. മനസ്സിലായോ? എക്സ് ആക്സിസിലെ -1ഉം വൈ ആക്സിസിലെ 3. എക്സ് ആക്സിസിലെ -1 ഇതും വൈ ആക്സിസിലെ 3 ഇതും, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ ഏതെന്ന് വിളിക്കുന്നത്? ഓഡേഡ് പേർ -1, 3 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറായിട്ട് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ആരെയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അടുത്തത് z = -3, -1. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ് ആക്സിസിലെ -1 ദാ എടുക്കുന്നു. എക്സ് ആക്സിസിലെ -1ഉം വൈ ആക്സിസിലെ -1 ദാ ഇതാണ്. എക്സ് ആക്സിസിലെ -1ഉം വൈ ആക്സിസിലെ -1ഉം കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ദാ ഇതാണ്. അതിനെ നമ്മൾ ഓഡേഡ് പേർ -3, -1 എന്ന് എടുക്കുന്നു. ഓക്കെ, അടുത്തതോ z = 0, -2. വൈ ആക്സിസിലെ 0 ദാ ഇതാണ് അല്ലേ. വൈ ആക്സിസിലെ 0 ഇത്, എക്സ് ആക്സിസിലെ -2 ദാ ഇത്. അപ്പോൾ അത് രണ്ടുകൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതാണ്. ആ പോയിന്റിനെ നമ്മൾ 0, -2 എന്ന് എടുക്കുന്നു. അടുത്തതോ എക്സ് ആക്സിസിലെ 1.2. ആദ്യം കിടക്കുന്നത് എക്സ് ആക്സിസിലെ പോയിന്റും രണ്ടാമത് കിടക്കുന്ന വൈ ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിലെ 1.2 എന്ന് വെച്ചാൽ 1 കഴിഞ്ഞ് ഏകദേശം 1, 2 ഇത് കഴിയുമ്പോൾ 1.2 ഇതാ ഇവിടെ വരും. -1.3 എക്സ് ആക്സിസിലെ -1 ഇതാണ്. -1 കഴിഞ്ഞ് 1, 2, 3 പോയിന്റ് കഴിയുമ്പോൾ -1.3. അപ്പം എന്താ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് കണ്ടോ? ഇതാണ് ഏതെന്ന് പറയുന്നത്? 1.2, -1.3 എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഏത് പോയിന്റ് കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ 2, 0 ആണെങ്കിൽ എങ്ങനെ മാർക്ക് ചെയ്യാം? 2, 0 ആണെങ്കിൽ എക്സ് ആക്സിസിലെ 2 ഇതാണ്, വൈ ആക്സിസിലെ 0 ഇതാണ്. അപ്പോൾ 2, 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഇതാണ് 2, 0. ഓക്കെ, പിന്നെ 1, -3 ആണെങ്കിലോ 1, -3 ആണെങ്കിൽ എക്സ് ആക്സിസിലെ 1 ഇതാണ്, വൈ ആക്സിസിലെ -3 ഇതാ ഇവിടെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റാണ് 1, -3. ഇങ്ങനെ നമുക്ക്
എന്താണ്, ഇത് കോർഡിനേറ്റ് ആക്സിസ് സിസ്റ്റമാണ്, എക്സ് വൈ ആക്സിസ് ആണ്. ഈ എക്സ് വൈ ആക്സിസിനകത്ത് നമുക്ക് റിയൽ നമ്പേഴ്സിനെയും ഇമാജിനറി നമ്പേഴ്സിനെയും ഈ രീതിയിൽ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ എന്ന് പറയുന്ന രീതിയിൽ എഴുതുന്ന ഇസഡിനകത്ത് ആദ്യം വരുന്നത് റിയൽ നമ്പറും രണ്ടാമത് വരുന്ന ഇമാജിനറി നമ്പറും ആയിരിക്കും. ആദ്യം വരുന്ന നമ്പറിനെ എക്സ് ആക്സിസിലും രണ്ടാമത് വരുന്ന നമ്പറിനെ വൈ ആക്സിസിലുമാണ് മാർക്ക് ചെയ്യേണ്ടത്. നടുക്ക് 0 ആണ് എടുക്കേണ്ടത്. അതിൻ്റെ റൈറ്റിലോട്ട് പോസിറ്റീവ്, ലെഫ്റ്റിലോട്ട് നെഗറ്റീവുമായിരിക്കും. അതേപോലെ മുകളിലോട്ട് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവുമായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ റിയൽ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ട് പ്രോപ്പർട്ടിയാണ്. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആകുന്ന പ്രോപ്പർട്ടി എന്നാണ്. നോക്കിയാട്ടെ, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 Z2 എടുക്കുന്നു. ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ Z1നെ നമ്മൾ x1 ഓർഡേർഡ് പെയർ x1 y1 എന്നും രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ Z2നെ നമ്മൾ x2 y2 എന്നെടുക്കുന്നു. ഓക്കെ, അപ്പം ആദ്യത്തെ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് x1ഉം ഇമാജിനറി പാർട്ട് y1ഉമാണ്. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് x2ഉം ഇമാജിനറി പാർട്ട് y2ഉമാണ്. അപ്പം ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 എന്ന് പറയുന്ന ഈക്വൽ ടു Z2 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ റിയൽ പാർട്ട് x1 ഈക്വൽ ടു x2 ആയിരിക്കും, ഇമാജിനറി പാർട്ട് y1 ഈക്വൽ ടു y2 ആയിരിക്കും. ഇതാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണ് എന്നുള്ള അതിൻ്റെ അർത്ഥം. രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 Z2 ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ടുകളും പരസ്പരം ഈക്വൽ ആയിരിക്കും, അതിൻ്റെ ഇമാജിനറി പാർട്ടുകളും പരസ്പരം ഈക്വൽ ആയിരിക്കും. അപ്പം Z1ഉം Z2ഉം എന്നാണ് സെയിം പോയിന്റ് ആയിരിക്കും കോംപ്ലക്സിനകത്ത് വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ Z1 ഈക്വൽ ടു നമ്മുടെ 2,4 എന്ന് എഴുതിയാൽ Z2ഉം എന്ത് തന്നെ ആയിരിക്കും എന്നത് Z2ഉം 2,4 ആയിരിക്കും. രണ്ടിൻ്റെ റിയൽ പാർട്ട് 2 ആണ്, 2 പരസ്പരം ഈക്വൽ ആകുന്നു. രണ്ടിൻ്റെ ഇമാജിനറി പാർട്ട് 4 ആണ്, 4ഉം പരസ്പരം ഈക്വൽ ആകുന്നു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇത് എക്സ് ആക്സിസ് വരും, ഇത് വൈ ആക്സിസ് വരും. ഓക്കെ, 2 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലാണ് 2 കിടക്കുന്നത്, 4 ദ വൈ ആക്സിസിൽ ഏകദേശം ഇവിടെയായിട്ട് വരും. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെടുക്കുന്നത് 2,4 എന്ന് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെയിം കോംപ്ലക്സ് നമ്പർ ആയിരിക്കും നമ്മൾ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ബേസിക്സ് ആയിട്ട് പഠിക്കാനാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ സം എന്താണ്, അതേപോലെ പ്രോഡക്റ്റ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബേസിക്സ് ആയിട്ട് കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ള ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ എങ്കിൽ